പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദുഃഖത്തെ തരണം ചെയ്യണമെങ്കിൽ അതിനുള്ള പരിശ്രമം നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ തന്നെ ചെയ്തു തുടങ്ങണം. അതുപോലെ തന്നെയാണ് കുഞ്ഞുമക്കളിലേക്ക് ദൈവഭക്തി അവർ കുഞ്ഞു പ്രായത്തിൽ തന്നെ എത്തിച്ചു കൊടുത്താൽ അവർ നല്ല ദൈവഭക്തിയുള്ളവരും നല്ലവരുമായി വളരും എന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. ഞാനൊരു കഥ പറയാം, ഒരു കുഞ്ഞു കഥ പറയാം. ഒരു രാജ്യത്ത് ആ നാട്ടിലുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും രാജാവാകാമായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും കാലാവധി 5 വർഷമാണ്. 5 വർഷം കഴിയുമ്പോൾ രാജപദവി വിട്ടുകൊടുത്ത് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു പതിവുള്ള രാജ്യമായിരുന്നു. അപ്പോൾ ഈ 5 വർഷം കഴിയുമ്പോൾ ഈ മനുഷ്യന് ആ രാജ്യത്ത് ജീവിക്കാൻ അനുവാദമില്ല. ആരും കാണാത്ത ഒരു ദ്വീപിലേക്ക് കൊണ്ടുവിടും. അവിടെ വന്യമൃഗങ്ങളും ക്രൂരമൃഗങ്ങളും എല്ലാമുണ്ട്. ആരുമുണ്ട്, മനുഷ്യ സഹവാസം ഇല്ലാത്തതാണ്. അങ്ങനെ ആ മൃഗങ്ങൾ കടിച്ചു തിന്നും. എങ്ങനെയെങ്കിലും ആഹാരമില്ലാതെയെല്ലാം അയാൾ മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ 5ാമത്തെ വർഷം അവസാനമാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ രാജാവായി അങ്ങനെ മരിച്ചു ദ്വീപിൽ കൊണ്ടുവിട്ട് മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഒരാളെ രാജാവാക്കി. അയാൾ 5ാമത്തെ വർഷമായപ്പോഴും വളരെ സന്തോഷവാനായി കഴിയുന്നുണ്ടപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്തേ രാജാവിന് ദ്വീപിൽ പോകുന്നതിൽ സങ്കടമൊന്നുമില്ലെന്ന്. രാജാവ് പറഞ്ഞു, എനിക്ക് യാതൊരു സങ്കടവുമില്ല. കാരണം ഞാൻ രാജാവായപ്പോൾ തന്നെ ആദ്യം ചെയ്തത് ആ ദ്വീപിൽ പോയി വന്യമൃഗങ്ങളെ എല്ലാം കൊന്നുകളഞ്ഞ് ആ വനം നല്ലതുപോലെ താമസയോഗ്യമാക്കി അവിടെ ജനങ്ങളെ പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെ യാതൊരു തരം ബുദ്ധിമുട്ടുമില്ല. ഇനി എനിക്ക് അവിടെ പോയാൽ സന്തോഷമായി സമാധാനമായി ജീവിക്കാമെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കണം, നല്ല ബുദ്ധിയുള്ളവർക്ക്, ബുദ്ധിയും ബുദ്ധിയും ഉള്ളവർക്ക്, അതായത് നമ്മുടെ ജീവിതം നമുക്ക് ധന്യമാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധി നല്ലതുപോലെ വികസിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല എന്നൊരു പാഠം കൂടി ആ രാജാവ് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഓർക്കുക, നമ്മളുടെ ബുദ്ധി എപ്പോഴും മനസ്സിലെപ്പോഴും നല്ല കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് ബുദ്ധിയെ എപ്പോഴും സമാധാനത്തിൽ വെക്കുവാൻ പഠിപ്പിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും സമാധാനമായി സന്തോഷത്തോടെ വാർദ്ധക്യത്തിലും ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുമക്കളിലേക്ക് ഭക്തി, ആ ദൈവഭക്തിയും എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കൃപയോളം വലുതായി ലോകത്ത് ഒന്നുമില്ല എന്ന് മക്കളോട് പഠിപ്പിക്കണം. നന്ദി, നമസ്കാരം.